Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. പ്രിയ വിദ്യാർത്ഥികളെ, അനുദൈർഘ്യതരംഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. അനുദൈർഘ്യതരംഗത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. പ്രസ്താവന 1. ഉച്ചമർദ്ദമേഖലകളും നീച്ചമർദ്ദമേഖലകളും ഇടവിട്ടുണ്ടാകുന്നു. പ്രസ്താവന 2. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഇടവിട്ടുണ്ടാകുന്നു. പ്രസ്താവന 3. കണികകളുടെ കമ്പനദിശ തരംഗസഞ്ചാരദിശയ്ക്ക് സമാന്തരമായിരിക്കും. പ്രസ്താവന 4. കണികകളുടെ കമ്പനദിശ തരംഗസഞ്ചാരദിശയ്ക്ക് ലംബമായിരിക്കും. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് നാം കണ്ടെത്തണം. ഓപ്ഷൻ എ 1ഉം 2ഉം. ഓപ്ഷൻ ബി 1ഉം 3ഉം. ഓപ്ഷൻ സി 2ഉം 4ഉം. ഓപ്ഷൻ ഡി 2ഉം 3ഉം. ശരിയായ ഉത്തരം കണ്ടെത്താം. ഒരു അനുദൈർഘ്യതരംഗത്തിന്റെ സവിശേഷതകൾ നമുക്ക് വിശകലനം ചെയ്യാം. ഒരു സ്പ്രിംഗിലൂടെ കടന്നുപോകുന്ന തരംഗത്തിന്റെ ഈ ആനിമേഷൻ ശ്രദ്ധിക്കുക. അനുദൈർഘ്യതരംഗങ്ങളിൽ മാധ്യമത്തിലെ കണികകൾ തരംഗസഞ്ചാരദിശയ്ക്ക് സമാന്തരമായാണ് കമ്പനം ചെയ്യുന്നത്. ഈ സമാന്തര കമ്പനം കാരണം മാധ്യമത്തിൽ സാന്ദ്രത കൂടിയതും കുറഞ്ഞതുമായ മേഖലകൾ രൂപപ്പെടുന്നു. ഇവയെ നാം ഉച്ചമർദ്ദമേഖലകൾ എന്നും നീച്ചമർദ്ദമേഖലകൾ എന്നും വിളിക്കുന്നു. ആദ്യം നമുക്ക് കണികകളുടെ കമ്പനദിശ പരിശോധിക്കാം. നാം കണ്ടതുപോലെ അനുദൈർഘ്യതരംഗങ്ങളിൽ കണികകൾ തരംഗസഞ്ചാരദിശയ്ക്ക് സമാന്തരമായാണ് കമ്പനം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രസ്താവന 3 ശരിയാണ്. ലംബമായി കമ്പനം ചെയ്യുന്നു എന്ന് പറയുന്ന പ്രസ്താവന 4 അനുപ്രസ്ഥതരംഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി രൂപപ്പെടുന്ന മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം. കണികകളുടെ സമാന്തര കമ്പനം മൂലം മാധ്യമത്തിൽ ഉച്ചമർദ്ദമേഖലകളും നീച്ചമർദ്ദമേഖലകളും ഇടവിട്ടുണ്ടാകുന്നു. അതുകൊണ്ട് പ്രസ്താവന 1 ശരിയാണ്. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നത് അനുപ്രസ്ഥതരംഗങ്ങളിലാണ്. നമുക്ക് ഉത്തരങ്ങൾ സംഗ്രഹിക്കാം. അനുദൈർഘ്യതരംഗത്തിന്റെ സവിശേഷതകളുമായി യോജിക്കുന്നത് 1ഉം 3ഉം പ്രസ്താവനകളാണ്. അതിനാൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. എല്ലാവർക്കും മനസ്സിലായോ? മുകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. വളരെ നല്ലത്. തുടർന്നും നന്നായി പഠിക്കുക. നന്ദി.